നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ.എം. ഷാജിക്കെതിരായ +2 കോഴക്കേസ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. അന്വേഷണം നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ കേന്ദ്ര നിലപാട് വ്യക്തമാക്കണം. ഭയരഹിതമായി വ്യാപാരം ചെയ്യാൻ അനുവദിക്കണം. ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. ആയുർവേദ മരുന്നുകളിലെ മായം കണ്ടെത്താൻ മതിയായ ഉദ്യോഗസ്ഥരില്ല. കേരളത്തിൽ ആയുർവേദ കമ്പനികളെ നിയന്ത്രിക്കുന്നത് കോക്കസ് ടീമെന്നും ആക്ടിവിസ്റ്റ് ലിയനാർഡ്. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിക്കെതിരായി +2 കോഴ വിജിലൻസ് കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ഷാജിക്കെതിരെ അന്വേഷണം നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കഴിഞ്ഞ ജൂൺ 19-നാണ് അഴീക്കോട് +2 കോഴ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. വിജിലൻസ് കേസ് റദ്ദാക്കിയതിന് പിന്നാലെ കെ.എം. ഷാജിക്കെതിരായ ED നടപടികളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളിന് +2 അനുവദിക്കാൻ കെ.എം. ഷാജിക്ക് മാനേജ്മെന്റ് കൈക്കൂലി നൽകിയെന്നാരോപിച്ചാണ് CPM പ്രാദേശിക നേതാവ് 2017-ൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുസ്ലിം ലീഗിൽ പ്രാദേശികമായി പണം പങ്കിട്ടതിനെ ചൊല്ലിയുള്ള തർക്കമെന്ന നിലയിലാണ് വിഷയം ആദ്യം ഉയർന്നത്. എന്നാൽ ഇത് പിന്നീട് CPM ഏറ്റെടുത്തു. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. വിജിലൻസ് കേസ് എടുത്തതിന് പിന്നാലെ കെ.എം. ഷാജിയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ EDയും ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ഷാജിയുടെയും ഭാര്യയുടെയും സ്വത്തുവകകൾ ED കണ്ടുകെട്ടി. ഇതിനെതിരെ കഴിഞ്ഞ വർഷം നവംബറിലാണ് കെ.എം. ഷാജിയും ഭാര്യയും ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ നടപടികളിൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ED കേസും റദ്ദാക്കിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF +2 കോഴ കേസ് ആയുധമാക്കിയിരുന്നു. എന്നാൽ 2011 മുതൽ 2020 വരെ MLA ആയിരുന്ന കാലയളവിൽ കെ.എം. ഷാജി അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചെന്ന് അഡ്വക്കേറ്റ് ഹരീഷ് MR നൽകിയ പരാതിയിലെ നടപടികൾ വിജിലൻസ് തുടരുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ക്യാരി ബാഗ് മാനുഫാക്ചർ ഫെഡറേഷനും സംയുക്തമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ ബദലില്ലാതെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡും ഭീമമായ പിഴ ഈടാക്കലും അവസാനിപ്പിച്ച് വ്യാപാരികൾക്ക് ഭയരഹിതമായി വ്യാപാരം ചെയ്യാനുള്ള അന്തരീക്ഷമുണ്ടാക്കുക, പേപ്പർ ക്യാരി ബാഗിനുള്ള 18% GST പൂർണ്ണമായും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയും ക്യാരി ബാഗ് മാനുഫാക്ചർ ഫെഡറേഷനും സംയുക്തമായി വെള്ളിയാഴ്ച രാവിലെ 11-ഓടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ് ഈ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടമായിട്ട് എഴുതിത്തള്ളിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടാക്കടമായിട്ട് എഴുതിത്തള്ളി ഒരു ചെറുന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്മാരെ കൂടുതൽ സമ്പന്നതയിലേക്ക് ഉയർത്തിവിടുമ്പോൾ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുന്ന കണക്കുകൾ പറയുന്നു. ഇന്ന് ലോകത്തിലെ സമ്പന്നതയിൽ 5ാമത്തെ സ്ഥാനത്തേക്ക് ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ കടന്നു വന്നിരിക്കുന്നു. GDP ഉയർന്നിരിക്കുന്നു. അങ്ങനെ GDP ഉയർന്നത് ഇങ്ങനെ ചെറുന്യൂനപക്ഷത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ GDP ഉയർന്നു, രാജ്യം വളരുന്നു എന്ന കണക്കുകൾ പറയുന്നു. മറുഭാഗത്തോ ലോകത്തിലെ ഏറ്റവും അധികം ദരിദ്രരുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. മനുഷ്യ വികസന സൂചികയിൽ പുറകോട്ടേക്ക് പോകുമ്പോൾ പട്ടിണി സൂചികക്കകത്ത് നമ്മുടെ സ്ഥാനം ഏറ്റവും അപമാനകരമായിട്ട് സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സമ്പന്നരുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ വളരുന്ന ചിത്രങ്ങളാണുള്ളത്. അങ്ങനെ വികലമായിട്ടുള്ള ഒരു സാമ്പത്തിക സിദ്ധാന്തവുമായിട്ട് ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും മറന്നുകൊണ്ട് അവരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ടേക്ക് വന്ന് സമീപനങ്ങൾ സ്വീകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് P. വിജയൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് പ്ലാസ്റ്റിക് നിരോധന നിയമം നിലവിൽ വന്നതിനു ശേഷവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കുന്നതിന് അനുമതി കൊടുക്കുന്ന വികലമായ നയം തിരുത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ V. ഗോപിനാഥൻ, ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MA റഹീം ഹാജി, ജില്ലാ ഭാരവാഹികളായ KK സഹദേവൻ, KK പ്രമോദ്, E. സജീവൻ, ക്യാരി ബാഗ് മാനുഫാക്ചർ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി അംജിത് ചേരൻ എന്നിവർ സംസാരിച്ചു. ദേശാഭിമാനി സീനിയർ സബ് എഡിറ്റർ M. രാജീവന്റെ നിര്യാണത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്റർ KN ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി.
പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വിജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത്, ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ്, ജോയിന്റ് സെക്രട്ടറി എം സന്തോഷ് കുമാർ, രാധാകൃഷ്ണൻ പട്ടാന്നൂർ, കൃഷ്ണൻ കാഞ്ഞിരോട്, പി സുരേഷൻ, എം അബ്ദുൾ മുനീർ, സദാശിവൻ ഇരിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പ്രാദേശിക ലേഖകൻ കണ്ടെത്തേണ്ട വാർത്തകൾക്കുപരി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ നിരവധി വാർത്തകൾ തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യം കൊണ്ടുവന്നു. പരിയാരത്തെ മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ടുള്ള സമരം, വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ബാറ്റിൻ പ്രയോഗം ഉൾപ്പെടെയുള്ള വാർത്തകൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വിവാദം ചർച്ചയായ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ സമരമുഖത്ത് മാധ്യമപ്രവർത്തകരുടെ സമരമുഖത്തേക്ക് ഓടി എത്തുന്ന രാജ്യം പലപ്പോഴും പോലീസ് അറ്റാക്കിന് വിധേയനായിട്ടുണ്ട്. അതുമാത്രമല്ല, രാജീവിന്റെ പ്രസ്ഥാനത്തിന്റെ സമരത്തിന്റെ ഭാഗമായി ഇതോടൊപ്പം തന്നെ രാജീവൻ സമരമുഖത്ത് സജീവമായി പ്രവർത്തിക്കുകയും പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് രാജീവിന്റെ പരിഷത്ത് എന്ന് പറയുമ്പോൾ രാജീവിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനു വേണ്ടി തന്റെ പാരുഷ്യം ഏറ്റവും തീവ്രമായി പ്രകടിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ.എം. ഷാജിക്കെതിരായ +2 കോഴ കേസ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. അന്വേഷണം നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ കേന്ദ്ര നിലപാട് വ്യക്തമാക്കണം. ഭയരഹിതമായി വ്യാപാരം ചെയ്യാൻ അനുവദിക്കണം. ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. ആയുർവേദ മരുന്നുകളിലെ മായം കണ്ടെത്താൻ മതിയായ ഉദ്യോഗസ്ഥരില്ല. കേരളത്തിൽ ആയുർവേദ കമ്പനികളെ നിയന്ത്രിക്കുന്നത് കോക്കസ് ടീമെന്നും ആക്ടിവിസ്റ്റ് ലിയനാർഡ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wainard Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ജില്ലാ വ്യാപാരി വ്യവസായി ആശ്രയ ട്രസ്റ്റിൽ നിന്നും നൽകുന്ന മരണാനന്തര ആനുകൂല്യം ജൂലൈ 3 തിങ്കളാഴ്ച കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യാവൂർ അങ്ങാടിയിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ക്ഷേമ പദ്ധതി വെൽഫെയർ സൊസൈറ്റി പയ്യാവൂർ മർച്ചന്റ് ജീവകാരുണ്യ ട്രസ്റ്റിൽ നിന്നും മരണാനന്തര സഹായവും ചികിത്സാ സഹായവുമായി 10 ലക്ഷം രൂപയും ചടങ്ങിൽ ജനപ്രതിനിധികൾ വിതരണം ചെയ്യും. ഈ പദ്ധതിയിൽ നിന്ന് ഇതുവരെ
16 അംഗങ്ങൾക്ക് മരണാനന്തര ധനസഹായം വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. 10 പേർക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 9-ാം തീയതി EK നയനാർ അക്കാദമിയിൽ വെച്ചാണ് വിതരണം ചെയ്തത്. അതിനു മുമ്പ് 2 പേർക്ക് കൂത്തുപറമ്പിൽ വെച്ചും 2 പേർക്ക് പയ്യന്നൂരിൽ വെച്ചും ഒരാൾക്ക് കാർത്തികപുരത്ത് വെച്ചും കഴിഞ്ഞ വ്യാപാരി ടവറിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാൾക്ക് കണ്ണൂർ വെച്ചുമാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, കോർപ്പറേഷൻ അംഗം അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, പുനത്തിൽ ബാഷിദ്, CK രാജൻ, A സുധാകരൻ, MR നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മരുന്നിന്റെ ഗുണനിലവാര പരിശോധന നടത്താൻ സംസ്ഥാനത്ത് ആയുർവേദ ഡ്രഗ്സ് വകുപ്പിൽ ഇൻസ്പെക്ടർമാരില്ലെന്ന് ലിയനാർഡ് ജോൺ. കേന്ദ്ര ആയുഷ് ഫണ്ടിൽ നിന്നാണ് ആയുർവേദ ഇൻസ്പെക്ടർമാർക്ക് ശമ്പളം നൽകുന്നതെന്നും ലിയനാർഡ് ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2018 ആഗസ്റ്റ് 7 ആയുഷ് ഓർഡർ ഇന്ത്യയിലുടനീളം ഗസറ്റഡ് പോസ്റ്റിൽ നിയമിച്ചതായി പറയുന്നു. വ്യാജ പരസ്യം ചെയ്യുന്ന ആയുർവേദ മരുന്ന് കമ്പനികൾക്കെതിരെ നിയമ നടപടി എടുക്കാനാണിത്. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിൽ നിയമം നടന്നോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നില്ല. കേരളത്തിലെ 728 ആയുർവേദ ഡ്രഗ് കമ്പനികൾ പരിശോധിക്കാനും മറ്റുമായി 3 ഇൻസ്പെക്ടർ മാത്രമാണ് നിലവിൽ ഉള്ളത്. 23 ഇൻസ്പെക്ടർമാർ വേണ്ടിയിടത്താണ് ഇത് എന്നും ലിയനാർഡ് പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാരെ എടുക്കാതെ എങ്ങനെയാണ് ഇവിടെ ആയുർവേദ ചെക്കിങ്ങോ ഉദ്യോഗസ്ഥന്മാർ ഈ 3 പേരെ കൊണ്ട് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു സ്ഥാപനവും ചെക്ക് ചെയ്യാനായിട്ടോ ഒരു നടപടി സ്വീകരിക്കാനോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത് മനഃപൂർവ്വം ഈ ആയുർവേദ സെക്ടറിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരൊറ്റ 1-2 കമ്പനികൾ ചെയ്യുന്ന പണിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് ലോകത്ത് എവിടെയും നടക്കാത്തൊരു സ്ഥിതിയാണ്. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 508 ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്. അവിടെ 23 ഇൻസ്പെക്ടർമാരുണ്ട്. ശരിക്കും അവിടെ വെറും 16 ഇൻസ്പെക്ടർമാർ മതി കണക്ക് പ്രകാരം. എന്നാൽ അതിൽ കൂടുതൽ ഇൻസ്പെക്ടർമാരെ അവിടെ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ആയുർവേദ കമ്പനികളെ നിയന്ത്രിക്കേണ്ട അധികാര കേന്ദ്രം ഒരു കോക്കസ് ടീമിന്റെ കയ്യിലായതിനാലാണ് ഇവിടെ മരുന്നുകൾക്ക് ഗുണനിലവാരം ഉറപ്പാക്കാനാവാത്തതെന്നും ലിയോനാർഡ് ആരോപിച്ചു. ന്യൂസ് കണ്ണൂർ. അക്രമത്തിന്റെയും തട്ടിപ്പിന്റെയും വക്താക്കളായ SFIയെ ക്യാമ്പസുകളിൽ നിന്നും അകറ്റി നിർത്താൻ വിദ്യാർത്ഥി സമൂഹം ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. KSU നേതാവ് KP സജിത് ലാൽ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി KSU ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സജിത് ലാൽ KSUവിലൂടെ വളർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്താകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴായിരുന്നു CPM കവ്വാലികർ അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. KSUവിന്റെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം സാമൂഹിക പ്രവർത്തനത്തിലും നിറഞ്ഞു നിന്നവരായിരുന്നു സജിത് ലാൽ ഉൾപ്പെടെയുള്ള യുവ പോരാളികളായ രക്തസാക്ഷികളെല്ലാം. അവരെല്ലാം കൊലപ്പെടുത്തിയത് സാമൂഹ്യ പ്രവർത്തനം നടത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനിടെയാണ്. ക്യാമ്പസുകളിൽ KSUവിന്റെ പ്രവർത്തനം ഊർജിതമാക്കി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെന്നും SFI നേതാക്കൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി സമ്പാദിക്കുന്നതും ഉന്നത പഠനത്തിന് സാഹചര്യം ഒരുക്കുന്നതും വിദ്യാഭ്യാസ മേഖലയിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അതാത് പ്രദേശങ്ങളിൽ ജനങ്ങളെ സേവിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ് എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും കണ്ടിട്ടും CPM പഠിക്കുന്നില്ല. കാരണം CPM-നെ കൊല ചെയ്ത് കോൺഗ്രസ്സുകാരെ തൃണമൂൽ കോൺഗ്രസിനെ പുതുക്കിയ പശ്ചിമ ബംഗാളിൽ ഇന്ന് CPM-ന് ഒരു MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ആശയപരമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല CPM കാണുന്നത്. ഇന്ന് പശ്ചിമ ബംഗാളിൽ CPM-ന്റെ ഓഫീസുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വാടക എടുത്ത് മേടിച്ചുകൊണ്ടാണ് ഇന്ന് അവർ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ റിജിൽ മാക്കുറ്റി മുഖ്യപ്രഭാഷണം നടത്തി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ്, KPCC മെമ്പർ രാജീവൻ എളയാവൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആദർശ് മാങ്ങാട്ടിടം, ബ്ലോക്ക് പ്രസിഡന്റുമാരായ അഷിത് അശോകൻ, ഹരികൃഷ്ണൻ പാളാട്, രാകേഷ് ബാലൻ, നവനീത് കീഴറ, വിഷ്ണു തലശ്ശേരി, ബെന്നി അലേഖ് കാടച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. വിവിധ ജില്ലകളിൽ E-POS മെഷീനുകൾ പണിമുടക്കിയ സാഹചര്യത്തിലാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. റേഷൻ വാങ്ങാൻ സാധിക്കാതെ 100 കണക്കിന് ആളുകൾ എത്തി മടങ്ങിപ്പോയി. E-POS മെഷീൻ തകരാറാകുന്നത് സംസ്ഥാനത്ത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. 2017-ലാണ് E-POS മെഷീൻ സംവിധാനത്തിലൂടെ റേഷൻ വിതരണം ആരംഭിച്ചത്.
അന്നു മുതൽ ഇടയ്ക്കിടെ ഇ-പോസ് മെഷീനുകൾ പണിമുടക്കാറുണ്ട്. റേഷൻ വാങ്ങാൻ സാധിക്കാതെ നിരവധി ആളുകളാണ് മടങ്ങിപ്പോകുന്നത്. ചിലർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നുമുണ്ട്. മെഷീൻ തകരാറാവുന്നത് NIC സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ് എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിശദീകരണം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. PV ശ്രീനിജിൽ MLA പരാതിയിലാണ് ഷാജിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജസ്റ്റിസ് VG അരുണിന്റേതാണ് വിധി. വ്യാജവാർത്ത നൽകി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്ന PV ശ്രീനിജിൻ MLA പരാതിയിലാണ് പട്ടികജാതി അതിക്രമം തടയൽ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരം പോലീസ് ഷാജനെതിരെ കേസെടുത്തത്. ഇതിന് പിന്നാലെ ഷാജൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഷാജൻ സ്കറിയ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ലെന്ന് കേസിൽ വാദം കേൾക്കുമ്പോൾ കോടതി വിമർശിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന ഷാജന്റെ ആവശ്യവും കോടതി നിരസിച്ചു. ഇതോടെയാണ് ഷാജൻ ഒളിവിൽ പോയത്. ജൂൺ 29 ഷാജൻ സ്കറിയോട് EDക്ക് മുമ്പിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു ഷാജൻ സ്കറിയയ്ക്ക് ED നോട്ടീസ് നൽകിയത്. എന്നാൽ ഒളിവിൽ പോയ ഷാജൻ സ്കറിയ ഹാജരായില്ല. വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടപ്രകാരം ഹാജരാകാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. ഷാജന് വീണ്ടും നോട്ടീസ് അയക്കുമെന്ന് ED അറിയിച്ചു. വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ കണ്ണൂരിൽ വീണ്ടും പരാതി. ശ്രീകണ്ഠാപുരം സ്വദേശി സജിയാണ് പരാതി നൽകിയത്. മൊബൈൽ നമ്പർ തെറ്റായി വ്യാഖ്യാനിച്ച് പരസ്യപ്പെടുത്തി എന്നതാണ് SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പുരയിടങ്ങളിൽ കമ്പിവേലി നിർമ്മിച്ചു കൊടുക്കുന്നയാളാണ് സജി. ഇതിനിടെ നിഹാദിന്റെ സ്വദേശമായ മാങ്ങാട് സജി കമ്പിവേലി നിർമ്മിച്ചു നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ് സജി പരാതിയിൽ പറയുന്നത്. സാധാരണയായി തങ്ങൾ നിർമ്മിക്കുന്ന കമ്പിവേലികളിൽ മൊബൈൽ നമ്പർ എഴുതിയ സ്റ്റിക്കർ പതിക്കുന്നത് കമ്പിവേലി നിർമ്മിക്കുന്നവരുടെ പതിവാണ്. സജിയും അങ്ങനെ ചെയ്തിരുന്നു. തൊപ്പി ഈ പരസ്യം വീഡിയോയിൽ പകർത്തുകയും ഈ നമ്പറിലേക്ക് വിളിക്കുന്നതായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. സജി എന്ന പേരിൽ മറ്റാരോടോ മൊബൈലിൽ വിളിച്ച് സംസാരിക്കുന്നതാണ് ചിത്രീകരിച്ചത്. തികച്ചും അശ്ലീലം നിറഞ്ഞ സംസാരമാണ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും തൊപ്പി പ്രചരിപ്പിച്ചത്. വീഡിയോ പുറത്തിറങ്ങിയത് പിന്നാലെ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രചരിക്കുകയും ചെയ്തുവെന്ന് സജി ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകളടക്കമുള്ളവർ തന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലും ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നും സജി പറഞ്ഞു. തൊപ്പി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കാട്ടി സജി ശ്രീകണ്ഠാപുരം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഉയർന്നു. പവന് 80 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5395, പവന് 43,160 രൂപ. വെള്ളി 71 രൂപ 40 പൈസ. അറിയിപ്പ് നൽകുന്നു. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. കാലാവസ്ഥ. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 3/7/2023 കണ്ണൂർ കാസർഗോഡ്, 4 എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30 കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ്, 2 ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ്, 3-ാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട്, 4 കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KM ഷാജിക്കെതിരായ +2 കോഴ കേസ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. അന്വേഷണം നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ കേന്ദ്ര നിലപാട് വ്യക്തമാക്കണം. ഭയരഹിതമായി വ്യാപാരം ചെയ്യാൻ അനുവദിക്കണം. ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. ആയുർവേദ മരുന്നുകളിലെ മായം കണ്ടെത്താൻ മതിയായ ഉദ്യോഗസ്ഥരില്ല. കേരളത്തിൽ ആയുർവേദ കമ്പനികളെ നിയന്ത്രിക്കുന്നത് കോക്കസ് ടീമെന്നും ആക്ടിവിസ്റ്റ് ലിയനാർഡ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.